ഹായ് ഫ്രണ്ട്സ്, എല്ലാവരെയും സനാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ കുഞ്ഞു വീഡിയോ മുരിങ്ങയ്ക്ക മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അവിയലാണ്. ഇതിനകത്ത് ശകലം തക്കാളി ഉപയോഗിക്കുന്നു എന്നല്ലാതെ മറ്റൊരു വെജിറ്റബിൾസും ചേർത്തിട്ടില്ല. വളരെയധികം രുചികരമായ ഈ അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 6ഓളം ചെറിയ മുരിങ്ങയ്ക്ക അവിയലിനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റി കഷ്ണങ്ങളാക്കി അവിയലിൻ്റെ പാകത്തിന് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അവിയലിന് വേണ്ടിയിട്ടുള്ള തേങ്ങാക്കൂട്ട് തയ്യാറാക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ ജീരകം, 3-4 എരിവുള്ള പച്ചമുളകിൻ്റെ കഷ്ണങ്ങൾ, 4-5 വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയുള്ളി, 1/4 കപ്പോളം തേങ്ങ ചിരകിയത്, കൂടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് അവിയൽ പാകത്തിന് അരച്ചെടുക്കണം. തീരെ അരഞ്ഞു പോകാനും പാടില്ല. തേങ്ങാക്കൂട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അവിയലിൻ്റെ പാകത്തിന് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞൊന്നും പോയിട്ടില്ല. ഇതാണ് ഇതിൻ്റെ പാകം. ഈ തേങ്ങാക്കൂട്ട് ഇവിടെ ഇരിക്കട്ടെ. ഇനി കുക്കിങ്ങിലേക്ക് കടക്കാം. അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തത്. അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന മുരിങ്ങയ്ക്ക കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തു. കൂടെ തന്നെ ഒരു 3-4 എരിവില്ലാത്ത പച്ചമുളകിൻ്റെ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തു. നേരത്തെ എരിവുള്ള പച്ചമുളക് തേങ്ങാക്കൂട്ടിൽ ചേർത്തിരുന്നു. കൂടെ ഒരു പിടി കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളം ഏകദേശം ഒരു 1/2 കപ്പോളം വരും. കൂടെ ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് മുരിങ്ങയ്ക്ക വേവുന്നവരെ ഒന്ന് അടച്ച് വേവിച്ചെടുക്കണം. ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞു. മൂടി തുറന്ന് നോക്കാം. ഇവിടെ നല്ല വെന്തിട്ടുണ്ട്. മുരിങ്ങയ്ക്ക കഷ്ണങ്ങൾ വെന്ത് ഉലഞ്ഞിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാൻ അധികം പഴുക്കാത്ത ഒരു തക്കാളിയുടെ കഷ്ണങ്ങൾ നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു. ഇതിപ്പോൾ ചേർക്കാൻ കാരണം ഇത് വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാനാണ്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ച തേങ്ങാക്കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കണം. അരപ്പെല്ലാം മുരിങ്ങയ്ക്ക കഷ്ണങ്ങളിൽ നല്ലപോലെ പിടിക്കുന്ന വിധം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം തേങ്ങാക്കൂട്ട് അരച്ച ജാറിലെ ശകലം ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് അതിനെയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എല്ലാം നല്ല വിധം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഇതിനെ ഒരു 3-4 മിനിറ്റ് അടച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം 4 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മൂടിയൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ അവിയൽ നല്ല പാകമായിട്ട് വെന്തിട്ടുണ്ട്. ടൊമാറ്റോ ഒക്കെ നല്ല കുക്കായി സോഫ്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 3-4 ടേബിൾ സ്പൂൺ തൈരാണ്. തൈര് ചേർത്ത് കൊടുത്ത് എല്ലായിടത്തും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്താലും ചട്ടിയുടെ ചൂട് കൊണ്ട് അതിലേക്ക് കുറച്ച് നേരം തിള വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കടുക് താളിച്ചാണ് ചേർത്തത്. ഇതിലേക്കായിട്ട് കടുകും ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തുകൊണ്ട് വെളിച്ചെണ്ണയിൽ താളിച്ച് ചേർത്തു. ഇനി ഈ കടുക് താളിച്ചത് അവിയലിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലായിടത്തും ഒന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. മുരിങ്ങയ്ക്ക മാത്രം ചേർത്തുകൊണ്ടുള്ള ഈ അവിയലിന് നല്ല രുചിയാണ്. ഇതിൽ ടൊമാറ്റോ ചേർത്തത് ചെറിയൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ്.
അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ അവിയലിന് ഒരുപാട് വെജിറ്റബിൾസൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഈ വ്യത്യസ്ത രീതിയിലുള്ള മുരിങ്ങയ്ക്ക് മാത്രം ചേർത്തുകൊണ്ടുള്ള ഒരു അവിയൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും അതുപോലെ പുതിയ വ്യൂവേഴ്സിൻ്റെ സപ്പോർട്ടുമൊക്കെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.